ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ 365 ദിവസത്തേക്കുള്ളതായ ബൈബിൾ വായനാ ഭാഗം 2 ശമൂവേൽ 11, 12, 1 ദിനവൃത്താന്തം 20 അധ്യായങ്ങളാണ്. 2 ശമൂവേൽ 11, 12 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇതുവരെ നാം ദാവീദിനെ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും കരുണയുടെയും മനുഷ്യനായി കണ്ടു. എന്നാൽ ഈ അധ്യായങ്ങൾ നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോടുകൂടെ മഹത്തായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്ന ഒരാൾക്കും ആത്മീയമായി അശ്രദ്ധനായാൽ ഭയങ്കരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. 2 ശമൂവേലിനോടൊപ്പം 1 ദിനവൃത്താന്തം 20 വായിക്കുമ്പോൾ രസകരമായൊരു കാര്യം നാം കാണുന്നു. ദിനവൃത്താന്തം ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞ് കടന്നു പോകുകയും പ്രധാനമായും അവൻ്റെ സൈനിക വിജയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ 2 ശമൂവേൽ നമ്മെ സംഭവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദാവീദിൻ്റെ വീഴ്ച, ദൈവത്തിൻ്റെ ശാസനം, അവൻ്റെ മാനസാന്തരം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അതുകൊണ്ട് ഈ ഭാഗങ്ങളെ ഒരുമിച്ച് നോക്കാം. 11 അധ്യായം ദാവീദിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്: രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത്, എന്നാൽ ദാവീദ് യെരൂശലേമിൽ തന്നെ താമസിച്ചു. ഈ ചെറിയ വിശദാംശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദാവീദ് ഒരു യോദ്ധാവായിരുന്നു. അവൻ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവൻ വിജയങ്ങൾ നേടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ്റെ സൈന്യം യുദ്ധത്തിനായി പുറപ്പെട്ടപ്പോൾ ദാവീദ് പിന്നിൽ നിന്നു. ഒരു സന്ധിയിൽ അവൻ ബത്ശേബ കുളിക്കുന്നത് കണ്ടു. പരീക്ഷണം കണ്ണുകളിലൂടെയാണ് ആരംഭിച്ചത്. എന്നാൽ അവിടെ വെച്ച് ദാവീദ് നിർത്തിയില്ല. അവൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. അവളെ തൻ്റെ അടുക്കൽ വരുത്തി വ്യഭിചാരം ചെയ്തു. അവൾ ഗർഭിണിയായപ്പോൾ ആ പാപം മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു. അവൻ്റെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ ഊരിയാവിനെ യുദ്ധത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗത്ത് നിർത്തി സൈനികർ അവനെ വിട്ടുമാറുന്ന വിധം ക്രമീകരിച്ചു. അങ്ങനെ ഊരിയാവ് കൊല്ലപ്പെട്ടു. ദാവീദ് നോക്കുന്നതിൽ നിന്ന് മോഹത്തിലേക്കും, മോഹത്തിൽ നിന്ന് സ്വന്തമാക്കുന്നതിലേക്കും, സ്വന്തമാക്കിയതിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിലേക്കും നീങ്ങി. പാപം പലപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പാപം സാധാരണയായി ഞാൻ നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ പോകുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല വരുന്നത്. ചെറിയതായി തോന്നുന്ന ഒന്നിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ഒരു ചിന്ത, ഒരു നോട്ടം, ഒരു സംഭാഷണം, ഒരു രഹസ്യമായ ആഗ്രഹം, ഒരു വിട്ടുവീഴ്ച. അത് നിരസിക്കുന്നതിന് പകരം മനസ്സിൽ അതിനെ വളർത്തിയാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. ദാവീദിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ പെട്ടെന്ന് ഒരു ദുഷ്ടനായ മനുഷ്യനായി തീർന്നതല്ല. അവൻ തൻ്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നത് നിർത്തിയതാണ് അവൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ പ്രലോഭനത്തിൽ നിന്ന് നാം സ്വാഭാവികമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നില്ല. ചിലപ്പോൾ വിജയം തന്നെയാണ് ആത്മീയമായ ഒരു അപകടമായി മാറുന്നത്. ദാവീദ് രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ കീഴടക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ ഉള്ളിലെ ശത്രുവിനെ കീഴടക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നാം ശുശ്രൂഷയിൽ ശക്തരായിരിക്കാം, എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ദുർബലരായിരിക്കാം. നമുക്ക് തിരുവചനം അറിയാം, എന്നാൽ അതനുസരിക്കുന്നതിൽ പരാജയപ്പെടാം. നാം പാപത്തിനെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും രഹസ്യമായി നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പാപത്തെ വളർത്തിക്കൊണ്ടിരിക്കാം. നമ്മുടെ പരസ്യമായ വിജയം ഒരിക്കലും നമ്മുടെ സ്വകാര്യ വിശുദ്ധിക്ക് പകരമാകുകയില്ല. 2 ശമൂവേൽ 12 നാം പ്രവേശിക്കുമ്പോൾ ദാവീദിൻ്റെ പാപത്തിന് ശേഷം ദൈവം നാഥാൻ പ്രവാചകനെ അയക്കുന്നു. നാഥാൻ ഒരു സമ്പന്നനായ മനുഷ്യൻ ഒരു ദരിദ്രൻ്റെ ഏക ആട്ടിൻകൂട്ടിയെ പിടിച്ചെടുത്ത കഥ ദാവീദിനോട് പറയുന്നു. അത് കേട്ട് ദാവീദ് കോപിച്ചു. ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. അപ്പോൾ നാഥാൻ തിരുവചനത്തിലെ ഏറ്റവും ശക്തമായ അഭിമുഖീകരണങ്ങളിലൊന്ന് നടത്തുന്നു: നീയാണ് ആ മനുഷ്യൻ. മറ്റൊരാളുടെ പാപം വളരെ വ്യക്തമായി കാണാൻ ദാവീദിന് കഴിഞ്ഞു, എന്നാൽ സ്വന്തം പാപം കാണാൻ കഴിഞ്ഞില്ല. ഇത് ചിലപ്പോൾ നമ്മെക്കുറിച്ചും സത്യമായിരിക്കില്ലേ? മറ്റൊരാളുടെ അഹങ്കാരം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മറ്റൊരാളുടെ പരദൂഷണം നമുക്ക് കാണാൻ കഴിയും. മറ്റൊരാളുടെ കോപം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മറ്റൊരാളുടെ വിട്ടുവീഴ്ച നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നമുക്ക് പല വിശദീകരണങ്ങളും കണ്ടെത്താൻ കഴിയും. നാഥാൻ്റെ സന്ദേശം കാണിക്കുന്നത് ഇതാണ്: ദൈവം തൻ്റെ മക്കളുടെ പാപങ്ങളെ അവഗണിക്കുന്നില്ല. ദാവീദ് രാജാവായിരുന്നു, എന്നാൽ അവൻ ദൈവത്തിൻ്റെ വചനത്തിന് മുകളിലായിരുന്നില്ല. ദൈവം അവനെ ഓർമ്മിപ്പിക്കുന്നു: ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടുന്നതെല്ലാം തന്നു, ഞാൻ നിന്നെ സംരക്ഷിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. എന്നിട്ടും ദാവീദ് ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിച്ചു. ഒടുവിൽ ദാവീദ് പറയുന്നു:
ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഒഴിവുകഴിവുകളൊന്നുമില്ല. ബത്ശേബയെ കുറ്റപ്പെടുത്തുന്നില്ല, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഏകാന്തതയെ കുറ്റപ്പെടുത്തുന്നില്ല, തൻ്റെ അധികാരത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ ഏറ്റുപറയുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇതാണ് പുനഃസ്ഥാപനത്തിൻ്റെ ആരംഭം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്ഷമ ലഭിച്ചതുകൊണ്ട് എല്ലാ പ്രത്യാഘാതങ്ങളും ഇല്ലാതാകണമെന്നില്ല. ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. എന്നാൽ അവൻ്റെ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അവൻ്റെ കുടുംബത്തിലും രാജ്യത്തിലും കടന്നു വന്നു. ആ പാപബന്ധത്തിൽ ജനിച്ച കുഞ്ഞ് മരിച്ചു. ദാവീദിൻ്റെ സ്വന്തം കുടുംബത്തിനുള്ളിൽ അക്രമവും കലഹവും ഉണ്ടാകുമെന്ന് ദൈവം അറിയിച്ചു. അവൻ്റെ കുടുംബം വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് കൃപ സൗജന്യമാണ്, എന്നാൽ പാപം ഒരിക്കലും നിഷ്ഫലമായിരിക്കുകയില്ല. ദൈവത്തിന് പാപിയോട് ക്ഷമിക്കാനാകും, എന്നാൽ പാപം മൂലം ഉണ്ടായ എല്ലാ നാശവും നമുക്കെല്ലായ്പ്പോഴും പഴയപടിയാക്കാൻ കഴിയണമെന്നില്ല. തകർന്ന ഒരു ബന്ധം പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരാം. വിശ്വാസം നഷ്ടപ്പെടാം, കുട്ടികൾ ബാധിക്കപ്പെടാം, നമ്മുടെ സാക്ഷ്യം തകരാം. അതുകൊണ്ട് ദൈവം ക്ഷമിക്കും എന്ന ചിന്തയോടെ ഒരിക്കലും പാപത്തെ നിസ്സാരമായി കാണരുത്. 12-ാം അധ്യായത്തിലെ ദാവീദിൻ്റെ ഏറ്റവും വലിയ വിജയം സൈനിക വിജയം ആയിരുന്നില്ല, അത് മാനസാന്തരമായിരുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഫെലിസ്ത്യരെയും മൊവാബിരെയും അമ്മോന്യരെയും മറ്റ് ശത്രുക്കളെയും എതിരിട്ട് ദാവീദ് നിരവധി യുദ്ധങ്ങൾ ജയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദിന് മറ്റൊരു യുദ്ധം പോരാടേണ്ടി വന്നു, സ്വന്തം അഹങ്കാരത്തിനെതിരായുള്ള യുദ്ധം. ഈ പ്രാവശ്യം അവൻ വാളുകൊണ്ടല്ല പോരാടിയത്. അവൻ ദൈവസന്നിധിയിൽ വീണു. അവൻ ഏറ്റുപറഞ്ഞു. അവൻ തന്നെത്താൻ താഴ്ത്തി. ഇവിടെയാണ് ദാവീദിൻ്റെ ഹൃദയം നാം മനസ്സിലാക്കുന്നത്. ദാവീദ് ഒരിക്കലും പാപം ചെയ്യാത്ത മനുഷ്യനായിരുന്നില്ല. എന്നാൽ തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായ മനുഷ്യനായിരുന്നു. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ദാവീദിൻ്റെ പരാജയത്തെ ബൈബിൾ ഒരിക്കലും ആരാധിക്കാനുള്ള മാതൃകയായി അവതരിപ്പിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ശക്തി അത് നമ്മെ കാണിക്കുന്നു. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ഒരു തെറ്റ് പറ്റിയെന്നും ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നും. ആദ്യത്തേത് വെറും പശ്ചാത്താപമായിരിക്കാം, എന്നാൽ രണ്ടാമത്തേത് മാനസാന്തരമാണ്. 1 ദിനവൃത്താന്തം 20 ശ്രദ്ധ വീണ്ടും ദാവീദിൻ്റെ സൈനിക വിജയങ്ങളിലേക്ക് മാറുന്നു. ഇസ്രായേൽ യുദ്ധങ്ങൾ തുടരുന്നു. ദാവീദിൻ്റെ സൈന്യം അമ്മോന്യരെ പരാജയപ്പെടുത്തുന്നു. തുടർന്ന് ഫെലിസ്ത്യരിലെ മല്ലന്മാരോടും യുദ്ധം നടക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ മല്ലന്മാരെ പരാജയപ്പെടുത്തിയത് ദാവീദ് മാത്രമല്ല, അവൻ്റെ ഭൃത്യന്മാരും അവനെ പരാജയപ്പെടുത്തി. ഇത് വളരെ മനോഹരമായ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് ഉപയോഗിക്കാവുന്ന ഉപകരണം ഒരാൾ മാത്രമല്ല. ദൈവത്തിൻ്റെ രാജ്യം ഒരൊറ്റ മനുഷ്യനെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. മറ്റുള്ളവരും എഴുന്നേറ്റ് പോരാടി, മറ്റുള്ളവരും ഉത്തരവാദിത്വം ഏറ്റെടുത്തു, മറ്റുള്ളവരും വിജയം അനുഭവിച്ചു. ഇത് ഇന്നത്തെ സഭയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു വ്യക്തിയേക്കാൾ വളരെ വലുതാണ്. ഒരു ശുശ്രൂഷകൻ പ്രധാനപ്പെട്ടവനാണ്, എന്നാൽ സഭ ശുശ്രൂഷകൻ്റേതല്ല. ഒരു നേതാവ് പ്രധാനപ്പെട്ടവനാണ്, എന്നാൽ ദൈവരാജ്യം ഒരു നേതാവിനെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. ഓരോ വിശ്വാസിക്കും ഒരു പങ്കുണ്ട്. ഓരോ തലമുറയും എഴുന്നേൽക്കണം. ഓരോ ദൈവദാസനും ദൈവം നൽകിയിരിക്കുന്ന വരം ഉപയോഗിക്കണം. ഒരുപക്ഷെ ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാം. 11-ാം അധ്യായത്തിൽ ദാവീദ് ആത്മീയമായി തെറ്റായ സ്ഥലത്തായിരുന്നു. 20-ാം അധ്യായത്തിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലുണ്ട്. ദൈവജനങ്ങൾ വിജയം അനുഭവിക്കുന്നു. പരാജയം അവസാന അധ്യായമായിരിക്കണമെന്നില്ല. മാനസാന്തരം പുനഃസ്ഥാപനത്തിലേക്കുള്ളതായ വാതിലായി മാറാം. ഈ അധ്യായങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില ആത്മീയ പാഠങ്ങൾ. ഒന്നാമത്, വിജയിച്ചുവെന്ന കാരണത്താൽ ഒരിക്കലും അശ്രദ്ധരാകരുത്. വലിയ വിജയങ്ങൾക്ക് ശേഷമാണ് ദാവീദിൻ്റെ വീഴ്ച സംഭവിച്ചത്. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ അപകടം വിജയത്തിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷമായിരിക്കും. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിന് ശേഷം, ഒരു വലിയ അനുഗ്രഹത്തിന് ശേഷം, ഒരു സ്ഥാനക്കയറ്റത്തിന് ശേഷം, നാം ദീർഘകാലം പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം ലഭിച്ചതിന് ശേഷം, അപ്പോൾ നാം ആത്മീയമായി അലസരാകാൻ തുടങ്ങുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കുറയുന്നു. വചനം രണ്ടാമതായി മാറുന്നു. നമ്മുടെ ചിന്തകളെ കാത്തു സൂക്ഷിക്കുന്നത് നിർത്തുന്നു. അപ്പോൾ പ്രലോഭനം കാവലില്ലാത്ത ഹൃദയത്തെ കണ്ടെത്തുന്നു. ഇന്നലത്തെ വിജയം ഇന്നത്തെ വിശുദ്ധിക്ക് ഉറപ്പ് നൽകുന്നില്ല. ഓരോ ദിവസവും നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. രണ്ടാമത്, അവസാനത്തെ ദുരന്തത്തെക്കാൾ ആദ്യത്തെ ചുവടിനെ കാത്തു സൂക്ഷിക്കുക. ദാവീദിൻ്റെ പാപം കൊലപാതകത്തിൽ ആരംഭിച്ചില്ല. അതൊരു നോട്ടത്തിൽ തുടങ്ങി. പിന്നെ അന്വേഷണം, പിന്നെ ക്ഷണം, പിന്നെ വ്യഭിചാരം, പിന്നെ വഞ്ചന, പിന്നെ കൊലപാതകം. ആദ്യ ചുവടിൽ തന്നെ ദാവീദ് നിർത്തിയിരുന്നെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പ്രലോഭനം വരുമ്പോൾ ഇങ്ങനെ ചോദിക്കരുത്,
പാപമാകാതെ എത്രത്തോളം എനിക്ക് പോകാൻ കഴിയും? പകരം ചോദിക്കുക, എനിക്ക് ക്രിസ്തുവിനോട് എത്ര അടുത്തായി തുടരാൻ കഴിയും? ഈ ചോദ്യം നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റും. മൂന്നാമത്, പാപത്തെ ഒരിക്കലും രഹസ്യമായി വയ്ക്കരുത്. ദാവീദ് തൻ്റെ പാപം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭൂമിയിൽ ദാവീദ് മറച്ചു വച്ചത് സ്വർഗത്തിലെ ദൈവത്തിന് പൂർണ്ണമായും കാണാമായിരുന്നു. നമുക്ക് മനുഷ്യരിൽ നിന്ന് കാര്യങ്ങൾ മറയ്ക്കാൻ കഴിയും, ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ കഴിയില്ല. പാപിയുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഒരു മുഖംമൂടിക്ക് പിന്നിലല്ല, സത്യസന്ധമായ ഏറ്റുപറച്ചിലോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. നാലാമത്, ദൈവവചനത്തിലൂടെ വരുന്ന തിരുത്തൽ സ്വീകരിക്കുക. നാഥാൻ്റെ ധൈര്യം അതിശയകരമാണ്. അവനൊരു രാജാവിനോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ദാവീദ് ശക്തനായവനാണെന്ന കാരണത്താൽ ദൈവത്തിൻ്റെ സത്യം മൃദുവാക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്തില്ല. ഇന്നത്തെ സഭയ്ക്ക് നാഥന്മാരെ ആവശ്യമുണ്ട്, സ്നേഹത്തോടും ധൈര്യത്തോടും കൂടി സത്യം പറയാൻ കഴിയുന്ന ആളുകളെ. അതുപോലെ ദൈവത്തിൻ്റെ തിരുത്തൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ദാവീദുമാരും നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ ദൈവം തിരുവചനത്തിലൂടെ നമ്മെ തിരുത്തുന്നു, ചിലപ്പോൾ ഒരു പ്രസംഗത്തിലൂടെ, ചിലപ്പോൾ ഒരു ദൈവഭക്തനായ സുഹൃത്തിലൂടെ, ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ. അതുകൊണ്ട് ചോദ്യം ഇത് മാത്രമല്ല, ദൈവം സംസാരിക്കുന്നുണ്ടോ? ചോദ്യം, ദൈവം സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഞാൻ തയ്യാറാണോ? അഞ്ചാമത്, യഥാർത്ഥമായി മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ദൈവകൃപ പുനഃസ്ഥാപിക്കും. എന്നാൽ പാപത്തിൻ്റെ ഗൗരവം ഒരിക്കലും കുറച്ച് കാണരുത്. ദാവീദിനോട് ദൈവം ക്ഷമിച്ചു, എന്നാൽ അവൻ്റെ പാപത്തിന് പ്രത്യാഘാതങ്ങളും ഉണ്ടായി. ഇത് നമുക്ക് ഒരേ സമയം പ്രത്യാശയും വിശുദ്ധമായ ഭയവും നൽകുന്നു. പ്രത്യാശ എന്താണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ മാനസാന്തരമുണ്ടെങ്കിൽ ഒരു പരാജയവും ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതീതമല്ല. വിശുദ്ധമായ ഭയം, ദൈവം ക്ഷമിച്ചുകൊള്ളും എന്ന് കരുതി പാപത്തോട് കളിക്കരുത്. കൃപ പാപത്തിനുള്ള ലൈസൻസ് അല്ല. പാപത്തിൽ നിന്ന് നമ്മെ തിരികെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനുള്ള ചോദ്യം, ആരും കാണാത്തപ്പോൾ ഞാൻ ആത്മീയമായി എവിടെയാണ്? ദൈവം ഇന്ന് എന്നെ നേരിട്ട് അഭിമുഖീകരിച്ചാൽ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുമോ അതോ ദൈവസന്നിധിയിൽ കീഴടങ്ങുമോ? 2 ശമൂവേൽ 11:12, 1 ദിനവൃത്താന്തം 20 വായിക്കുമ്പോൾ നാം 3 യാഥാർത്ഥ്യങ്ങൾ കാണുന്നു. ദാവീദ് ഒരു മഹാനായ രാജാവായിരുന്നു, എന്നാൽ അവൻ മനുഷ്യൻ തന്നെയായിരുന്നു. ദാവീദ് ഭയങ്കരമായൊരു പാപം ചെയ്തു, എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ പരാജയത്തേക്കാൾ വലിയതായിരുന്നു. ദാവീദ് പ്രത്യാഘാതങ്ങളെ നേരിട്ടു, എന്നാൽ അവൻ്റെ കഥ അവൻ്റെ പരാജയത്തിൽ അവസാനിച്ചില്ല. അതുകൊണ്ട് ഈ ഭാഗം വെറും ദാവീദിൻ്റെ പാപത്തിൻ്റെ കഥയല്ല, അതുപോലെ തന്നെ അത് ദാവീദിൻ്റെ വിജയത്തിൻ്റെ കഥയും മാത്രമല്ല. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും മാനസാന്തരത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ദൈവകൃപയുടെ മഹത്വത്തെക്കുറിച്ചുമുള്ള ഒരു കഥയാണ്. ഒരുപക്ഷെ നമുക്കുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്: ഇന്നത്തെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുന്നത് നിർത്തത്തക്ക വിധം ഇന്നലത്തെ വിജയത്തിൽ ഒരിക്കലും ആത്മവിശ്വാസം വയ്ക്കരുത്. നിങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകരുത്. മനസാന്തരത്തോടെ ദൈവത്തിലേക്ക് ഓടിച്ചെല്ലുക. കാരണം നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവം തന്നെയാണ് മാനസാന്തരപ്പെടുന്ന ഹൃദയത്തെ പുനഃസ്ഥാപിക്കുന്ന ദൈവവും. ദാവീദ് വീണു, എന്നാൽ ദാവീദ് മടങ്ങി വന്നു. അത് നമുക്കും ഒരേ സമയം ജാഗരൂകരായി ജീവിക്കാനുള്ള മുന്നറിയിപ്പും ദൈവസന്നിധിയിൽ താഴ്മയോടെ തുടരാനുള്ള പ്രത്യാശയും നൽകുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.